നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5-5:15 വൈകുന്നേരം. ഇന്ന് രാവിലെ മുഴുവൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല തിരക്കിലായിരുന്നു. നല്ല ജോലി ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 3 ദിവസമായി ഞാനും സഞ്ജീവും നടക്കാനിറങ്ങിയിട്ട് പൊല്യൂഷൻ കാരണം. ഇപ്പോഴും നല്ല മഞ്ഞ് മാതിരി ഉണ്ട്, പക്ഷേ ഇത് മഞ്ഞാണോ സ്മോഗാണോ പറയാൻ പറ്റില്ല. ഡൽഹിയിൽ ഇന്നും 700-750 ഉണ്ടായിരുന്നു AQI. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ റീഡിംഗ് അല്ല, ആൾക്കാരുടെ റീഡിങ്ങാണ്. ഗവൺമെൻറ്റിൻ്റെ റീഡിങ്ങിൽ 200, 250, 400, 450 ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ 3 ദിവസം വീട്ടിൽ ഇരുന്നിരുന്ന് അങ്ങോട്ട് മടുത്ത്. പിന്നെ ഒന്നാമത് നമ്മളുടെ ഈ പണിയും ഇരുന്നിട്ട് തണ്ടലൊക്കെ വയനെടുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങാം. യാവൻ അവൻ്റെ അക്കാഡമിക്ക് പോയി ഫുട്ബോളിൽ. അവനത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും 7 മണിയാവും. അപ്പോൾ ആ സമയം ഒന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഹോപ്പ്ഫുള്ളി യു എൻജോയ്ഡ് മൈ ലാസ്റ്റ് 2 വ്ളോഗ്സ്. യാവിൻ്റെ ബർത്ത്ഡേ മുതൽ മട്ടൻ കറി വരെ. ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ സംസാരിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർക്കുള്ള ഒരു ഇൻഫർമേഷനായിട്ടുള്ള വീഡിയോസിന് ഞാൻ പറഞ്ഞത് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. So let's start with that. അപ്പോൾ ഡൽഹിയിൽ ഇഫ് യു ആർ പ്ലാനിങ് ടു കം ഫോർ സ്റ്റഡീസ് ഓർ ഫോർ വർക്ക് റിലേറ്റഡ് തിങ്സ് ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്, പിന്നെ വീട് നോക്കണം നിങ്ങൾക്ക്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കുക. സോ മേ ബി ഐ ക്യാൻ ഹെൽപ്പ് ആൻഡ് ഐ ട്രൈ മൈ മാക്സിമം ബെസ്റ്റ് ടു ഗിവ് യു ദ റൈറ്റ് ഇൻഫർമേഷൻ. ഞാനിപ്പോൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് സൗത്ത് ഡൽഹിയാണ്, സൗത്ത് വെസ്റ്റ് ഡൽഹി. സഫ്ദർജംഗ് എൻക്ലേവ്, കൃഷ്ണനഗർ, ഇതൊക്കെ സൗത്ത് വെസ്റ്റ് ഡൽഹിയിലാണ് വരുന്നത്. സഫ്ദർജംഗ് എൻക്ലേവ്, സൗത്ത് എക്സ്റ്റൻഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വില കൂടിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈവൺ ദോ എൻ്റെ ഗലി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതെന്താണ് എന്താണ് പറയുക, നമ്മുടെ ബോംബെയിലെ ഇതുമാതിരി ഉണ്ടല്ലോ സ്ഥലങ്ങൾ. ഡൽഹിയൊക്കെ അങ്ങനെയാണ് ബൈ. പക്ഷേ വൺ ഓഫ് ദി മോസ്റ്റ് സെക്യൂർ ആൻഡ് ദി മോസ്റ്റ് പോഷ്യസ് ലൊക്കാലിറ്റിയാണിത്. ഞാൻ പോണ വഴിക്ക് നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം ഇഫ് ദർ ഈസ് ലൈറ്റ്. സോ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ റെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ബെഡ്റൂം 2 ബെഡ്റൂം ഫ്ലാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് 2 ബെഡ്റൂം ഫ്ലാറ്റാണ്. അപ്പോൾ 2 ബെഡ്റൂം ഫ്ലാറ്റിന് നമ്മൾ കൊടുക്കുന്ന റെൻറ്റ് 25,000 ആണ്. മനസ്സിലായല്ലേ? അതിന് പ്രോപ്പർ അഗ്രിമെൻ്റ് ഉണ്ട്. കോർട്ട് വക തന്നെ നമ്മൾ പ്രോപ്പർ അഗ്രിമെൻ്റ് ഉണ്ടാക്കണം. അഗ്രിമെൻ്റ് ഉണ്ടാക്കാണ്ട് ഒരിക്കലും നിങ്ങൾ വാടകയ്ക്ക് സ്ഥലം എടുക്കരുത്. പ്ലീസ് റിമെമ്പർ ദിസ്. ഒരിക്കലും നിങ്ങൾ വാടകയ്ക്ക് സ്ഥലം എടുക്കരുത്. അപ്പോൾ ഈ 25,000 എന്ന് പറഞ്ഞാൽ മന്ത്ലി കേട്ടോ, മന്ത്ലി 25,000 ആണ്. സിംഗിൾ ബെഡ്റൂം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു എന്താണ് പറയുക 15,000 18,000 വരെ കിട്ടും നിങ്ങൾക്ക്. പ്ലസ് പിന്നെ അതല്ലാണ്ട് വേറൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ ഫ്ലാറ്റ് മാതിരിയുള്ളത്. അതിലെല്ലാതും കണക്റ്റഡാണ്. അതൊരു 10,000 അത്രയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ആ റേഞ്ചിലാണ് വരുന്നത്. ഇവിടെ വില കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഇത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വലിയ ആൾക്കാർ, ഇവിടെ ജഡ്ജിമാർ, UN ആൾക്കാർ, അവരൊക്കെ താമസിക്കുന്ന. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻക്ലേവ് ബേസിക്കലി എന്താ പറയുക, കവേർഡാണ് ഇത് ഫുള്ള്. അപ്പോൾ 12 മണിയാകുമ്പോഴത്തേനും ഇവർ പോലീസുകാർ ക്ലോസ് ചെയ്യും. അപ്പോൾ നല്ല സെക്യൂർ ഒരു സ്ഥലമാണത്. അപ്പോൾ അതുകൊണ്ട് യു ഫീൽ സെക്യൂർ ഓൾസോ. അങ്ങനത്തെ വലിയ ടെൻഷൻസോ പ്രശ്നമോ ഇല്ല. കാരണം എല്ലാ കോർണറിലും സഫ്ദർജംഗ് എൻക്ലേവിൻ്റെ ഈ ലൊക്കാലിറ്റിയിൽ കോളനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുമാതിരി തന്നെ ഫുള്ള് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റും ചെക്ക് പോയിൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് വരണമെന്ന് വെച്ചാൽ പോലീസിന് എൻട്രി ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ. നോർമൽ വാച്ച്മാനല്ല, ഇത് പോലീസാണ്, ഡൽഹി പോലീസാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ സെക്യൂരിറ്റി എത്ര ലെവലാണ്. അപ്പോൾ അതൊക്കെ കാരണമാണ് വലിയ പേഴ്സണാലിറ്റീസും പിന്നെ ഗവൺമെൻറ് ഓഫീസേഴ്സൊക്കെ ഇവിടെ താമസിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ വില കൂടാൻ കാരണം. ഇതെന്താണെന്ന് അറിഞ്ഞാൽ മഞ്ഞാണോ സ്മോഗാണോന്ന് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഓൾറെഡി എൻ്റെ ത്രോട്ടിൽ കുറച്ചായിട്ടൊരു ഇറിറ്റേഷൻ വരുന്നുണ്ട്. സോ ഐ ആം ഷുവർ ദാറ്റ് ഡെഫിനറ്റ്ലി ദിസ് ഈസ് പൊല്യൂഷൻ്റെ ഇത് തന്നെയാണ്. അല്ലാണ്ട് മഞ്ഞ് ഇങ്ങനെ ആയിട്ടിരിക്കില്ല. മഞ്ഞുണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ വായന്ന് പുക വരും. വായന്ന് അത്രയും പുക വരില്ല. യു ക്യാൻ ഫീൽ ഇറ്റ്. എൻ്റെ പിന്നിൽ കണ്ടില്ലെങ്കിൽ കുറച്ച് ബ്ലഡാണ്, പക്ഷേ നിങ്ങൾ കാണുക ഇതെല്ലാതും മൂടിക്കിടക്കണ മാതിരില്ല. ഇത് സ്മോഗാണ് ആക്ച്വലി. മഞ്ഞുണ്ട് ഇല്ലയെന്നില്ല, പക്ഷേ മഞ്ഞിൻ്റെ ഒപ്പം സ്മോഗ് എന്ന് വെച്ചാൽ പൊല്യൂഷൻ സ്മോഗ്. പിന്നെ കാറ്റുണ്ടെന്ന് വെച്ചാൽ ഈ സ്മോഗ് ഉണ്ടാവില്ല, പൊല്യൂഷനും ഉണ്ടാവില്ല. പക്ഷേ ഡൽഹിയിൽ ഇപ്പോൾ പിന്നെ കാറ്റ് ഭയങ്കര കുറവാണ്.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊല്യൂഷൻ കൂടുന്നു. പിന്നെ നിങ്ങൾ ഡൽഹിക്ക് ഇപ്പോൾ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടോ ഇതിന് വേണ്ടിയിട്ടൊക്കെ വരായിരിക്കും. അപ്പോൾ ആ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ലാഭമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ സൗത്ത് ഡൽഹിയിൽ എന്ന് പറഞ്ഞാൽ സൗത്ത് ക്യാമ്പസ് ഉണ്ട്, പിന്നെ നോർത്ത് സൈഡിൽ നോർത്ത് ക്യാമ്പസ് ഉണ്ട്. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ക്യാമ്പസുകളാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ക്യാമ്പസ് ഏത് ഭാഗത്തായിട്ടാണോ അത് ആ ഭാഗത്തനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും വില കുറവിന് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ തന്നെ കിട്ടുന്നത് വെച്ചാൽ അത്രയും നല്ലത്, അത്രയും വില കുറവായിരിക്കും നിങ്ങൾക്ക് ഹോസ്റ്റലിൽ. സൗത്ത് ക്യാമ്പസൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്റ്റലിൽ കിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ അത്ര ഈസി അല്ല കിട്ടാൻ. ക്യാമ്പസിൽ ഹോസ്റ്റലിൽ ഒരു റൂം കിട്ടാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം ഇതൊക്കെ വർഷങ്ങൾ മുമ്പ് ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് വരണതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വേണം ചെയ്യാൻ. പിന്നെ നമ്മളുടെ ഈ സ്ഥലത്ത് താമസിക്കുന്ന പറഞ്ഞാൽ കുറേ സൗത്ത് ക്യാമ്പസിൻ്റെ കുട്ടികളുണ്ട്, സ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞത്. എൻ്റെ വൈഫ് നോർത്ത് ഈസ്റ്റിൽ നിന്ന് മണിപ്പൂർ, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ മണിപ്പൂർ, നാഗാലാൻഡ്, പിന്നെ ആസാം, ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ വരുന്ന കുറേ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് അത് കാരണവും റെൻറ്റ് കൂടാൻ സാധ്യതയാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂടാൻ കാരണം കുറേ കുട്ടികൾ ഒന്നാമത്തെ ഈ ഷെയറിങ്ങിൽ താമസിക്കുന്നുണ്ട്, ഷെയറിങ് അക്കോമഡേഷനിൽ താമസിക്കുന്നുണ്ട്. അവർ ഓരോ റൂം അല്ലെങ്കിൽ ഒരു റൂമിൽ 2 ആൾക്കാരോ പകുതിയായിട്ട് ഷെയർ ചെയ്തിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് റെൻറ്റ് ഇവിടെ ഈ ഭാഗത്തായിട്ട് കൂടുതലാണ്. പിന്നെ ട്രാവലിങ്ങും കമ്മ്യൂട്ടിങ്ങും ഇറ്റ്സ് വെരി ഈസി ഇൻ ഡൽഹി, ഇല്ലയെന്നല്ല. കാരണം ഏത് മുക്കിലും മൂലക്കിലും നിങ്ങൾക്ക് ടാക്സി, ഓട്ടോറിക്ഷ, പിന്നെ ഊബർ, ഓല, ഇങ്ങനെ പലതും കിട്ടും. ഈവൻ സ്കൂട്ടർ വരെ നിങ്ങൾക്ക് ഓലയും ഊബറായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് വില ഭയങ്കര കുറവാണ്, അങ്ങനെ അത്രയും എക്സ്പെൻസീവും അല്ല. അപ്പോൾ കമ്മ്യൂട്ടിങ് അങ്ങനെ പുറം വരില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ സ്വന്തം ബൈക്കും സ്വന്തം കാറൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്. പക്ഷേ ബി കെയർഫുൾ, ഡൽഹിയിലെ ട്രാഫിക് ഇറ്റ്സ് നാസ്റ്റി, ഇറ്റ്സ് വെരി റൂത്ത്ലെസ്. സോ യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ടു ഡ്രൈവ് ഓൺ ഡൽഹി റോഡ്സ്. കിക്ക് മാറോ റെക്കോർഡ് കറോ. വെരി ഗുഡ്. ഞാനും സഞ്ജീവും രാവിലെ വരുമ്പോൾ അധികം ഇങ്ങനെ കുട്ടികളെ കാണില്ല, കാരണം കുട്ടികളൊക്കെ സ്കൂളിലല്ലേ. വൈകുന്നേരം ഡിയർ പാർക്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നുണ്ട് കളിക്കാൻ. അവിടെ ആ പാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഫുള്ളാണ്. ഫുട്ബോൾ കളിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത്, പിന്നെ ഊഞ്ഞാലൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാർക്ക് ഇവിടെ ഉള്ളത് വളരെ നല്ലൊരിതാണ്. ബേസിക്കലി ഡൽഹിയിൽ ഏത് മുക്കിലും മൂലക്കിലും നിങ്ങൾക്ക് പാർക്ക് കാണാം. ദാറ്റ്സ് വൺ ഗുഡ് തിങ് അബൌട്ട് ഡൽഹി. ഈ ഡിയർ പാർക്കിൽ ഇവിടെ പ്ലാന്റിൻ്റെ നഴ്സറി ഉണ്ട്, കണ്ട. ഈ ടൈപ്പ് നമ്മളുടെ പ്ലാന്റ്സ് ഇവരിവിടെ വിൽക്കുന്നുണ്ട്. സെൻട്രൽ നഴ്സറി, ഹോസ്കാസ്, ടാപ്പിയോക്ക, നമ്മളുടെ കപ്പ വരെ ഇവർ വെക്കുന്നുണ്ട്. ഇതിൻ്റെ നഴ്സറി. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ടൈമിംഗ് ഉണ്ട്, ആ ടൈമിങ്ങിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് പ്ലാന്റേഷൻസ് ഇഷ്ടം എന്ന് വെച്ചാൽ ഈ പ്ലാന്റൊക്കെ ഇവിടെ കിട്ടും. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. പക്ഷേ പൊല്യൂഷനും സ്മോഗും കാരണം ഒരു സംശയം. ഈ ഒരു വാക്ക് വേ എന്ത് രസമാണെന്നറിയാം കാണാൻ. അത് രാത്രി ഈ മഞ്ഞിൻ്റെ ഒപ്പം ആ ലൈറ്റ് അടിക്കുമ്പോഴേ സോ ബ്യൂട്ടിഫുൾ. നമ്മുടെ ഇന്ത്യയിൽ ഉള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി ഇറ്റ്സ് ടു ബി പ്രൈസ്ഡ് ബേസിക്കലി. പക്ഷേ നമ്മളുടെ ആൾക്കാർക്ക് അതിൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ. ഇപ്പോൾ ദുബായിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ്സ് വൈ ഇവിടെ ദുബായിൻ്റെ ഇതൊക്കെ വരുന്ന പറഞ്ഞാൽ ദേ ടേക്ക് കെയർ ഓഫ് ദീസ് പ്ലാന്റ്സ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. നമ്മൾക്കിവിടെ നാച്ചുറലായിട്ട് കിട്ടണ അതിലൊരു ചൊല്ലം കണ്ടില്ലേ, നമ്മൾക്ക് എത്ര കിട്ടണോ എത്ര ഉണ്ടോ നമ്മളിൽ, നമ്മൾക്ക് അതിൻ്റെ വാല്യൂ അറിഞ്ഞൂടാ. അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈവൻ ഇഫ് യു ഗോ ടു എ ഡെസേർട്ട്, രാജസ്ഥാനിൽ തന്നെ, അവിടെ അവർക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ ലവ് ദിസ് പ്ലേസ്. ഇതാണ് B5 ബ്ലോക്ക്. ഇവിടെ നിന്ന് ഞാൻ സാധാരണ ഡെയിലി വരാറ്. ഈ ഗേറ്റ് കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ ഈ യെല്ലോ കളറിലുള്ള ബാരിക്കേഡ്സ്, ഇതൊക്കെ ഡൽഹി പോലീസിൻ്റെ ബാരിക്കേഡ്സാണ്. ഇവിടെ ബേസിക്കലി നമ്മളുടെ ഈ നേരെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ 2 ജഡ്ജിമാർ, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ താമസിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എംബസിയുടെ ആൾക്കാരുണ്ടാവും. ഇത് ഭയങ്കര ബിസി റോഡാണ്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കും എല്ലാതും ഉണ്ട്. ഈ കാണുന്ന ഫ്ലാറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ഇവിടെ ഞാൻ കൊടുക്കുന്ന പ്രൈസിനും കൂടുതൽ ഇവിടെ വരും. ഇവിടെ 35 to 40, 50,000 വരെയൊക്കെ വരും. കാരണം റോഡിൻ്റെ മുമ്പിലത്. അതുമല്ല ഇത് കോട്ടീസ് എന്ന് പറയും. ഒരു കോട്ടി എന്ന് പറഞ്ഞാൽ ഒരു വില്ല മാതിരി തന്നെ, പക്ഷേ കുറച്ചും കൂടി ഫെസിലിറ്റീസൊക്കെ കൂടിയതാണ്. വലിയ വലിയ ആൾക്കാർ താമസിക്കണത്. ഇത് ഇവിടെ നിന്ന് മുതൽ ഇനി അങ്ങോട്ട് ഗലിയാണ്. ഈ ഗലിയിലുള്ള ഈ ഇങ്ങനത്തെ ഈ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനൊക്കെയാണ്
15,000, 20,000, 25,000 രൂപ മന്ത്ലി ഇവിടെ റെൻറ്റ്. ഞാൻ നേരത്തെ കാണിച്ചതാണ് 30,000, 35,000, 50,000 ഒക്കെ വരുന്നത്. എൻ്റെ അടുത്തും ചെറിയൊരു പാർക്കുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗലികളും ഇവിടെ കാണാനുണ്ട്. ഇങ്ങനത്തെ ഗലികളിലാണ് ബേസിക്കലി റെൻറ്റ് കുറവ്. ഇതാണ് നമ്മളുടെ ഗലി, മെയിൻ ഗലി നമ്പർ 5 എന്ന് പറയുന്നത്. ഇതണ്ട, ഇത് ഗലിയാണ്. മുകളിലുള്ള വയറൊക്കെ ഉണ്ട, ഇത് കണ്ട, ഇതൊക്കെ കേബിൾ കണക്ഷനാണ്, ഒന്നും പറയണ്ട. ഇതാണ് നമ്മുടെ എൻട്രൻസ്. എൻ്റെ ബൈക്ക് ഇന്ന് ശരിക്കും ഫുള്ള് മോഡിഫൈ ചെയ്യണത്. ഒരു കൊല്ലമായി. എന്നെക്കൊണ്ട് പറ്റണ്ടായിരുന്നില്ല പുറത്തേക്കാൻ. പൊണ്ടാകെ ഇതായി തുടങ്ങി. എനിക്കൊന്ന് സെയിം പൊല്യൂഷൻ കാരണം തന്നെയാണ്, ഒന്നും പറയണ്ട. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വരാമെന്ന് വെച്ചു. 1 മണിക്കൂർ മാത്രം പുറത്തു നിന്നുള്ളൂ. അതിലെൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഇപ്പോൾ ചുമ വരണ മാതിരി തോന്നുന്നുണ്ട് എനിക്ക്. എനിവേസ്, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഗലികൾ കാണിച്ചു തന്നു. എന്നാൽ ഡൽഹിയിലെ എല്ലാതും ഇങ്ങനത്തെ എല്ലാ സ്ഥലങ്ങൾ. നമ്മൾ താമസിച്ചിരുന്ന പണ്ട് മയൂർ വിഹാർ phase 1 നമ്മളവിടെ താമസിച്ചിരുന്നു. നമ്മുടെ വീട് അവിടെയായിരുന്നു ആദ്യം. അതൊക്കെ മമ്മി വിറ്റു. പിന്നെ കാരണം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഡൽഹിയിൽ, ഞാൻ ദുബായിലും പോയി, അപ്പോൾ വിറ്റു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആ സ്ഥലത്തിന് നല്ല വില ഉണ്ട് അവിടെ. പക്ഷേ റെൻറ്റ് കുറവാണ് അവിടെ, 15,000, 20,000. പക്ഷേ ഇപ്പോൾ അവിടെയും കൂടി തുടങ്ങിയിട്ടുണ്ട്. 15, 20, 25,000 അവിടെയും കിട്ടും. നല്ല അടിപൊളി ഫ്ലാറ്റ് കേട്ടോ അപ്പോൾ മയൂർ. പക്ഷേ അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ പഴയ ബിൽഡിങ്സ് ആണ്. അതിൻ്റെ DDA ഫ്ലാറ്റ്സ്, അതൊക്കെ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഫ്ലാറ്റ്സാണ്. അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു വെച്ചാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ്. പക്ഷെ അത് ഈസ്റ്റ് ഡൽഹിയാണ്. അവിടെ വില കുറവിന് കിട്ടാൻ കാരണം, പണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വില കുറവിന് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ജമുന പാറ്. അവിടെ വലിയൊരു നാലയുണ്ട്, ഭയങ്കര സ്മെല്ലായിരുന്നു ആ നാലയുടെ. അപ്പോൾ അത് കാരണം കുറേ ആൾക്കാർ ആ ഭാഗത്തേക്ക് പോയിട്ട് താമസിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവിടെ നല്ലോണം ഡെവലപ്പായിട്ടുണ്ട് ആ സ്ഥലം. നോയിഡേൻ്റെ തൊട്ടടുത്താണ്, 1 കിലോമീറ്റർ ഉള്ളൂ നോയിഡ അവിടെ നിന്ന്. നോയിഡേൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ന്യൂ ഓഖ്ല ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണത്. അപ്പോൾ അത് UP വരുന്നത്. അപ്പോൾ UPൻ്റെ ബോർഡറിലാണ് ഈ മയൂർ വിഹാർ എന്ന് പറഞ്ഞ സ്ഥലം. കോണ്ട്ലി, മയൂർ വിഹാർ phase 1, phase 2, phase 3 അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ phase 1 ആ സമയത്ത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇന്ന് നമ്മളിവിടെ ഉണ്ട്, ഇപ്പോൾ റെൻറ്റിലാണ് താമസിക്കുന്നത്. ബട്ട് ഇൻ ഫ്യൂച്ചർ വി ഹാവ് ടു പ്ലാൻ സ്ലോലി where exactly are we planning to settle down. I'm not sure if we are going to plan to settle down in Delhi because ഡൽഹിയിലെ പൊല്യൂഷൻ I'm not sure ഇത് ശരിയാവില്ലെന്ന്. എപ്പോഴും ഗവൺമെൻറ് വരും, അവരൊന്നും ചെയ്യില്ല. പിന്നെ അതുമാത്രമല്ല, ഇവിടുത്തെ ആൾക്കാർ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ UPയും ബിഹാരികളുമാണ്. ഈ ഒന്നാമത്തെ അവരുടെ സിവിക് സെൻസും ലിറ്ററസി റേറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇത് നന്നാവാൻ പോകുന്നില്ല അൺലെസ് പീപ്പിൾ ഗെറ്റ് എഡ്യൂക്കേറ്റഡ് ആൻഡ് they improve their civic sense and all these things. അപ്പോൾ നമ്മുടെ മാരുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിറ്റ് ടഫ്. സോ ആഫ്റ്റർ കമ്മിങ് ബാക്ക് ആഫ്റ്റർ 30 years എന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ പ്രായം വളരെ ചെറുക്കായിരുന്നു. പക്ഷേ ഈ സമയത്ത് വെൻ യു തിങ്ക് അബൌട്ട് യുവർ ഹെൽത്ത്, യുവർ കിഡ്സ് ഹെൽത്ത്, യുവർ ഫാമിലീസ് ഹെൽത്ത് അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ ഡൽഹി ഈസ് എ റൈറ്റ് പ്ലേസ് ടു സ്റ്റേ. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ലീവിങ് ദിസ് പ്ലേസ്, ഗോയിങ് ടു they are planning to settle down in south, basically കേരളയിലോ കേരളയിലോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ തിങ്കിങ് ഓഫ് കേരള ഓൾസോ. പിന്നെ ഹില്ലി ഏരിയസിലും കുറേ ആൾക്കാർ പോകുന്നുണ്ട്, ഉത്തരാഖണ്ഡ് ആ ഭാഗത്തൊക്കെ. പക്ഷേ പിന്നെ അവിടെ ഉത്തരാഖണ്ഡിൽ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പൊളിറ്റിക്കൽ ക്ലാഷസ് കുറേ വരുന്നുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള ക്ലാഷസും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ നോക്കാറില്ല. പക്ഷേ സൗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ്, വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റേറ്റ് ടു സെറ്റിൽ ഡൗൺ. ഒരു കട്ടൻ അങ്ങോട്ട് അടിച്ചു കളയാം. മാത്യു സാറ് നമ്മളുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു കട്ടനാണ് നല്ലത്, ഹെൽത്തിയാണ്, പാൽ അവോയ്ഡ് ചെയ്യാൻ നോക്കാം. പാലിൻ്റെ ഇതിൽ കൂടെ ആൾ പറഞ്ഞ ശരിയാണ്, പാലിൽ ആസിഡിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒരു പ്രാവശ്യം മാത്രമേ പാലിട്ട് ചായ കുടിക്കാറുള്ളൂ, ജിഞ്ചർ ടീ. അത് ഒരു ഇതായിപ്പോയി. പക്ഷേ അതും ഇപ്പം ഞാൻ അവോയ്ഡ് ചെയ്തു. ഇന്ന് ഞാൻ കഴിച്ചിട്ടുമില്ല. ഇന്ന് ഞാൻ ഇപ്പോൾ അവിടെ പാർക്കിൻ്റെ അവിടെ ഇരുന്നപ്പോൾ ഒരു ചായ കുടിച്ചു. പക്ഷേ ഈ കട്ടൻ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഡൽഹിക്ക് വരാൻ നോക്കുകയെന്ന് വെച്ചാൽ ഫ്യൂച്ചറായിട്ട് നോക്കിയിട്ട് വരണ്ട. കാരണം ഡൽഹിയുടെ പൊല്യൂഷൻ എല്ലാ തണുപ്പിലും, സാധാരണ തണുപ്പിലാണ്. ഇതിലിപ്പോൾ ആരെയും ബ്ലെയിം ചെയ്യാനും പറ്റില്ല. നമ്മൾ ബ്ലെയിം ഗെയിം കളിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിയത്. സോ ആസ് എ സിറ്റിസൺ എവ്രിബഡി ഹാസ് ഗോട്ട് ഹിസ് ഓൺ റൈറ്റ് ഓർ ഹെർ ഓൺ റൈറ്റ് ടു കീപ് ദ സിറ്റി ക്ലീൻ, പ്ലസ് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു
സ്ഥലം ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലുണ്ട് എല്ലാം. വെറുതെ നമ്മൾ എപ്പോഴും സർക്കാരിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ചെയ്യുന്നുണ്ട്, നമ്മൾ അവർക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് വി ഷുഡ് ഡു സംതിങ്. അപ്പോൾ ബേസിക്കലി ഈ ഡൽഹി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് തന്നെ ഇറ്റ്സ് ലാൻഡ് ലോക്ക്ഡാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും കാറ്റ് ശരിക്കും നമുക്ക് കിട്ടുന്നില്ല. ചൂട് കാലത്ത് മാത്രം നല്ലോണം ഒരു ചെറുതായിട്ട് നമുക്ക് കാറ്റ് വരും. അതുകൊണ്ടാണ് ചൂട് കാലത്ത് അധികം പൊല്യൂഷൻ ഇല്ലാത്തതും. തണുപ്പത്തെന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾ കുറേ ആൾക്കാർ പുറത്ത് താമസിക്കുന്നവരുണ്ട്. അവർക്ക് നമ്മുടെ മാതിരി വീട്ടിലുള്ള ഹീറ്ററോ ഇതൊന്നും അവർക്കില്ല. അപ്പോൾ അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ് ഓർ എനർജി വിച്ച് ഈസ് വുഡ്. അപ്പോൾ എവിടെ നിന്നൊക്കെ മരം കിട്ടണോ, പ്ലാസ്റ്റിക് കിട്ടണോ, എന്തൊക്കെ കിട്ടണോ അതങ്ങോട്ട് അവർ കത്തിക്കും. അപ്പോൾ എത്ര ഹോട്ട്സ്പോട്ട്സ് ഇങ്ങനെ ഉണ്ടെന്ന് അറിയോ ഡൽഹിയുടെ ഉള്ളിൽ തന്നെ. നിങ്ങൾ രാത്രി വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ബ്രിഡ്ജിൻ്റെ അടിയിലും ഈ കുറേ രാജസ്ഥാനികൾ ഇവരൊക്കെ ഉണ്ട്, ഈ കറങ്ങി നടക്കുന്നവർ ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ ഈ രാത്രി ഫുള്ള് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇതും സോ യു കനോട്ട് ബ്ലെയിം ഓൺലി അതർ സ്റ്റേറ്റ്സ് ഓൾസോ. പഞ്ചാബിൽ പരേലി കത്തിക്കുന്നത്, പരേലി എന്ന് പറഞ്ഞാൽ ഈ അവരുടെ ഈ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഉണക്കിയ ഇതുണ്ടല്ലോ ബാലൻസ് വരുന്നത്, അതൊക്കെ കത്തിച്ച് കളയും അവർ. ഇത് ചെയ്യില്ല, കുഴിച്ചിടില്ല. അതിനൊന്നും അവർക്ക് സമയമില്ല. കാരണം ദേ ഹാവ് ടു ബി റെഡി ഫോർ ദി നെക്സ്റ്റ് ഹാർവെസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് ഇൻകം ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡൽഹിയിൽ പെട്ടുപോണത്. അപ്പോൾ ഐ ഡോണ്ട് നോ. സോ ഇറ്റ്സ് നോട്ട് അൺലെസ് ദർ ഈസ് എ പ്രോപ്പർ scientist or somebody who comes in and finds out a solution for this, we will be still stuck here like this. And which I think that it's not that I don't want to give up hope. Delhi is still a beautiful state. It's green. I mean, there were lot of plantations which has been done by the past government, but right now this government wants to take it off, cut it off. So I'm not going too political about this. എല്ലാവരുടെയും ഓരോരോ ചിന്താഗതി ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ചെയ്യണതാണ്. പക്ഷേ what I feel that you should not be cutting any plants or trees, because right now what we have, at least some oxygen which is left, is because of this Aravalli forest range. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളയാന്ന് പറഞ്ഞാൽ which is this present government trying to do, I am totally against it. ഓക്കെ, അപ്പോൾ തിരിച്ച് നമുക്ക് ഡൽഹിയുടെ ടോപ്പിക്കിൽ വരാം. എന്ന് വെച്ചാൽ ഡൽഹിയിലെ ഇഫ് യു ആർ പ്ലാനിങ് ടു മൂവ് ടു ഡൽഹി, സോ തിങ്ക് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. എസ്പെഷ്യലി വിൻറ്റേഴ്സിൽ ഈ പ്രശ്നങ്ങളുണ്ടാവും. 1 മാസം 2 മാസം നിൽക്കണം. ടിൽ ഫെബ്രുവരി ഇത് നമ്മൾക്ക് സഫർ ചെയ്തേ പറ്റൂ ഈ പൊല്യൂഷൻ. വേറൊരു വഴിയില്ല, ഒരു മാർഗ്ഗമില്ല. അൺലെസ് ദൈവം സഹായിച്ച് നല്ല കാറ്റും വന്ന് അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ, വിച്ച് നെവർ ഹാപ്പൻസ്. തണുപ്പ് കാലത്ത് ഒരിക്കലും മഴ പെയ്യാറില്ല. ഇപ്പോൾ ദുബായിലൊക്കെ മഴ പെയ്യുന്നത്, ഇത് കംപ്ലീറ്റ്ലി ദ എൻറ്റയർ ക്ലൈമാറ്റിക് ചേഞ്ച് ഈസ് ഹാപ്പനിങ് ഓൾ ഓവർ ദി വേൾഡ്. സോ this didn't start today. This pollution didn't start today. It started long back. But people was not aware of this. പിന്നെ കുറേ ആൾക്കാർക്ക് ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ മുതലാണ് ഇങ്ങനെ പിന്നെ ആലോചിച്ചു തുടങ്ങിയത് ആൾക്കാർ. ഓ ഷിറ്റ്, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി പൊല്യൂഷൻ. സോ യെസ്, വി ആർ അണ്ടർ മേജർ ത്രെഡ് ബിക്കോസ് ഓഫ് പൊല്യൂഷൻ ഇൻ ഡൽഹി. സോ പീപ്പിൾ ഹു ആർ പ്ലാനിങ് ടു കം ടു ഡൽഹി, തിങ്ക് അബൌട്ട് ഇറ്റ് ട്വൈസ് ദാറ്റ് ആർ യു റെഡി. മീൻസ് നിങ്ങൾക്ക് ബ്രീതിങ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതൊക്കെ ആലോചിക്കണം. യെസ്, നമ്മളുടെ ബോഡിക്ക് ഒരു സെൽഫ് സസ്റ്റെയിൻ ചെയ്യാനുള്ളൊരിതുണ്ട്. ദാറ്റ് ദ ബോഡി ഇറ്റ് സെൽഫ് റിക്കവേഴ്സ്, which is why we are surviving till now. So don't believe yourself that okay, you will be fine in Delhi. ഇങ്ങനെ ചാടി പിടിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. But yes, you can come for a week and try it out how it is. Then you can learn about the people over here. ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണ്, ഔട്ട്സൈഡ് എങ്ങനെയാണ്. ചിലർക്ക് ഇങ്ങനത്തെ ഗലിയിലൊന്നും താമസിക്കാൻ പറ്റില്ല. എനിക്കും അത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വന്നപ്പോൾ, തിരിച്ചു വന്നപ്പോൾ ആഫ്റ്റർ 30 years when I came back, I couldn't find a good place. I was not even ready to take a place for rent on these gullies. കാരണം ഞാൻ അങ്ങനത്തെ ഏരിയയിൽ താമസിച്ചിട്ടില്ല. ആദ്യം ചെറുപ്പം മുതലേ നമ്മൾ താമസിച്ചത് നല്ലൊരു ഏരിയയിലായിരുന്നു, നല്ല ലൊക്കാലിറ്റിയിലായിരുന്നു. ഇറ്റ് വാസ് സോ മച്ച് ഓഫ് ഗ്രീൻ പ്ലേസ് ആൻഡ് നല്ല വ്യൂ ഉണ്ടായിരുന്നു നമുക്ക്. അത്രയും നല്ലൊരു സ്ഥലമായിരുന്നു മയൂർ വിഹാർ. പക്ഷേ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ബട്ട് വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. ഐ മീൻ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബഡ്ജറ്റും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദെൻ ഐ തോട്ട് ഓക്കെ, വാട്ട് ടു ഡു. we have to survive, we have to get into that community, we have to get into that lifestyle. So that's how I took this place with my wife, and we survived for 1 year.
and we are planning to stay here for more till we settle down. We are not settled down till now. ഇതുവരെ നമ്മൾ സെറ്റിൽ ഡൗൺ ആയിട്ടില്ല. നമ്മൾ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു കൊല്ലമായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ ഡൗൺ ആവില്ല. സെറ്റിൽ ഡൗൺ ആവാൻ അറ്റ്ലീസ്റ്റ് വിൽ ടേക്ക് അനദർ 2 more years to properly settle down. But yes, we are happy that we are back in India. നമുക്ക് എവിടെ വേണമെച്ചാലും നമുക്ക് പോവാം ഇന്ത്യയിൽ. എനിക്ക് നാട്ടിൽ വേണമെച്ചാൽ നാട്ടിൽ എപ്പോൾ വേണമെച്ചാലും പോവാം. ഐ ക്യാൻ സീ മൈ മോം, ബി വിത്ത് മൈ മോം. നാട്ടിൽ നമ്മളുടെ വീടുണ്ട്, അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല. പാമിൻ്റെ നാട്ടിൽ അവളുടെ വീടുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വി ക്യാൻ ഗോ എനിവെയർ, വി ഹാവ് അവർ ഓൺ ഹൗസസ്. ബട്ട് സ്റ്റിൽ we cannot stay there and work. ഇപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും ബിക്കോസ് ഐ എം വർക്കിംഗ് ഓൺലൈൻ. സോ ഐ ക്യാൻ സ്റ്റേ ഇൻ കേരള ആൻഡ് വർക്ക്, വിച്ച് ഐ എം പ്ലാനിങ് ടു ഡു ഓൾസോ. ലെറ്റ് സി ഹൗ തിങ്സ് ഗോസ്. പിന്നെ പ്രശ്നം പറഞ്ഞത് ഈ ആവിൻ്റെ എഡ്യൂക്കേഷനാണ്. സോ വി ആർ പ്ലാനിങ് ഫോർ കൊച്ചി. കൊച്ചി ഈസ് ഡെവലപ്പിംഗ് വെരി ഫാസ്റ്റ് ആൻഡ് കൊച്ചി ഈസ് എ വെരി നൈസ് സിറ്റി. അതും നമ്മുടെ കേരളയിലാണ്. സോ വി ആർ പ്ലാനിങ് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവൻ മൈ ബ്രദർ ഇൻ ലോ വാസ് ആക്ച്വലി ആസ്കിങ് മീ അബൌട്ട് ദിസ് ബിക്കോസ് he have also heard from people Kochi is a nice place. So he was proud to say that my brother-in-law is from Kerala, and I am so proud that our state is really doing good, and hopefully we keep this standard, and we have to increase our standards much more than what we had today actually. So hopefully we will increase the standards more to much higher level. And I know we Keralites, as Keralites, I am proud to be a Keralite, and I'm looking forward actually എന്നുവെച്ചാൽ കൊച്ചിയിൽ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് സീ ഹൗ തിങ്സ് ഗോസ്. പക്ഷേ യാവിൻ്റെ എഡ്യൂക്കേഷനും ഉണ്ട്, അപ്പോൾ അത് കാരണമാണ് നമ്മൾ കുറച്ചൊന്ന് ഡൽഹിയിൽ താമസിക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ ഫാർ ക്യാൻ വി ടേക്ക് ദിസ്. ഇഫ് തിങ്സ് ഗെറ്റ് വേഴ്സ് ദെൻ ദർ ഈസ് നോ അതർ ഓപ്ഷൻ. വി ആർ ഫ്ലൈയിങ് ബാക്ക് ഓർ ട്രാവലിംഗ് ബാക്ക് ടു കേരള ബൈ ട്രെയിൻ ഓർ ബൈ ഫ്ലൈറ്റ്. വേറൊരു ഓപ്ഷൻ ഇല്ല. സോ യെസ്, ഇവിടെ വേറെ മലയാളീസ് ഉണ്ട്, വേറെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഡൽഹിയിലെ പോപ്പുലേഷൻ തന്നെ നോക്കിയാൽ ഇറ്റ്സ് എ ഓവർ ക്രൗഡഡ് പ്ലേസ് ആക്ച്വലി. ഇറ്റ്സ് എ ഓവർ ക്രൗഡഡ് സ്റ്റേറ്റ്. അമ്യൂണിറ്റീസൊക്കെ വളരെ നല്ലതാണ് ഡൽഹിയിലത്. എന്നുവെച്ചാൽ ഒരു കോളനി നിങ്ങൾക്ക് ഫുഡ് വരും, ഗ്രോസറി വരും, സെപ്റ്റോ, അത്. ഐ തിങ്ക് ഈവൻ ഇൻ കൊച്ചി ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ബെറ്റർ. കൊച്ചി മാത്രമല്ല, ട്രിവാൻഡ്രം, അങ്ങനെ പല സിറ്റീസ് ഇൻ കേരള. So yes, we are used to that kind of lifestyle now because the future is here and we don't want to go back to a village life which I am not saying that I don't like it. I like peaceful life, but you have to think about as a family. ഒരു ഫാമിലി മാതിരി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഈ ഡിസിഷനൊക്കെ എടുക്കേണ്ടത്. എനിക്ക് ഒറ്റയ്ക്ക് ഈ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ലൈക്ക് യു ഓൾസോ, നിങ്ങളും ചിലപ്പോൾ കേരളത്തിൽ നിന്ന് വേറെ ജോലി ചിലപ്പോൾ ഡൽഹിയിൽ കിട്ടിയിട്ടുണ്ടാവും, ഡൽഹിയിൽ വരണമായിരിക്കും, അല്ലെങ്കിൽ ബോംബെയിലേക്ക് പോകണമായിരിക്കും. So it will be very hard first to adjust yourself. Then it takes slowly നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പലരും ബാംഗ്ലൂരിൽ പോയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. When I went to Bangalore, I liked the climate, but I couldn't stand the traffic. I couldn't stand the stench of the garbage being thrown out here and there. അതൊക്കെ നോക്കി കഴിയുമ്പോൾ ഡൽഹി still it's better than Bangalore. You get me what I'm saying? So every place has got its own pros and cons. അപ്പോൾ നമ്മൾക്ക് കംപ്ലൈൻറ്റ് എല്ലാതും ചെയ്യാൻ പറ്റില്ല. എല്ലാം കിട്ടുന്നത് വെച്ചാൽ then you have to find a better place like maybe ന്യൂസിലാൻഡിൻ്റെ മാതിരി വേറെങ്കിലും ഒരു സ്ഥലം കാണണം. You have to go and settle down. You can get a nice government also takes care of you, takes care of the environment, everything. So yes, so this is it, what I want to tell you. If you have any questions regarding Delhi, please ask me in the comment box and ചോദിക്കുക. And maximum ഞാൻ ട്രൈ ചെയ്യാം അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ എ വീഡിയോ ഓർ ത്രൂ മൈ കമൻറ്റ്സ് ഐ റിപ്ലൈ. സോ എന്തെങ്കിലും അറിയണമെന്ന് വെച്ചാൽ ഡൽഹിനെ പറ്റിയിട്ട് പ്ലീസ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് പ്രിറ്റി മച്ച് അബൌട്ട് ഇറ്റ്. ഇവിടുത്തെ റെൻറ്റിൻ്റെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, റെൻ്റാണ് മെയിൻ. പിന്നെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഈ 4 സ്ഥലത്തും ഡൽഹി ഈസ് നോൺ ലൈക്ക് ദാറ്റ് ഓൺലി. നോർത്ത് ഡൽഹി, സൗത്ത് ഡൽഹി, ഈസ്റ്റ് ഡൽഹി, വെസ്റ്റ് ഡൽഹി, ഈ എല്ലാ ഏരിയയും. ഇപ്പോൾ നമ്മൾ വെസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങളുടെ ഷോപ്പിംഗ് ഐറ്റംസും മറ്റതും മറിച്ചതും എല്ലാതും കരോൾ ബാഗ് അത് ഇതൊക്കെ അവിടെ. പിന്നെ നോർത്ത് ഈസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് കരോൾ ബാഗ്, ഈ ഏരിയ, ചാന്ദി ചോക്ക്, മനസ്സിലായില്ലേ, നമ്മുടെ ലാൽ കില, ഇതൊക്കെ ഉള്ളത് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സസ് ഇതൊക്കെ. സൗത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ഹൈ പോഷ് ലൊക്കാലിറ്റി ഏരിയ. ഈസ്റ്റും അതെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. കാരണം നോയിഡ ഒക്കെ ഭയങ്കരമായിട്ട് UP ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്.
high rise buildings you can see now. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി യു പി പിന്നെ ഡൽഹിയിലെ മെയിൻ ഒരു എന്ന് പറഞ്ഞാൽ ഡൽഹി മാത്രമായിട്ടല്ല, ഡൽഹി NCR ഉണ്ട്, NCT ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോടൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇന്ന് കുറേ സംസാരിച്ചെന്ന് ഒന്ന്. ഓക്കെ, NCR ആൻഡ് NCT എന്ന് പറഞ്ഞാൽ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. ഇത് ബേസിക്കലി നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് ഫുള്ള് നമ്മളുടെ നമ്മളുടെ ഡൽഹിയും ഉള്ള ഏരിയയാണ് NCT എന്ന് നമ്മൾ പറയുന്നത്. NCR നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. അപ്പോൾ ഈ നാഷണൽ ക്യാപിറ്റൽ റീജിയൻസിൽ ഉത്തർപ്രദേശ്, ഹരിയാന ആൻഡ് രാജസ്ഥാൻ, ഈ 3 സ്റ്റേറ്റിൻ്റെ NCRൽ വരാറുണ്ട്. എന്ന് വെച്ചാൽ ബോർഡർ ഏരിയയിൽ നമ്മളുടെ ഈ ട്രേഡ് ചെയ്യണമെന്ന് കാരണം ഇത് NCRൽ വരും. ഡൽഹി ഡെവലപ്മെൻറ്റ്സും കുറേ നടക്കുന്നുണ്ട്. പിന്നെ കുറേ ട്രേഡ് ഈ റീജിയനായിട്ടുള്ള ട്രേഡ്സ് കുറേ ഇൻ ആൻഡ് ഔട്ട് ഡൽഹി ത്രൂ നടക്കുന്നതുകൊണ്ട് കാരണമാണ് ഇത് NCRൽ പെടുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഡൽഹി NCR എന്നും പറയും, ഡൽഹി NCT എന്നും പറയും. അപ്പോൾ ഞാൻ താമസിക്കുന്നത് പറഞ്ഞാൽ ഡൽഹി NCTയിലാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഡൽഹി NCRൽ താമസിക്കുന്നുണ്ട്, വിച്ച് ആർ നോയിഡ. അപ്പോൾ അതിനെ ഡൽഹി NCR എന്നാണ് നമ്മൾ പറയാറ്, നമ്മൾ UP എന്ന് പറയാറില്ല ഇപ്പോൾ. അപ്പോൾ ഗൈസ്, ഹോപ്പ്ഫുള്ളി ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് യു ഇഫ് യു ആർ പ്ലാനിങ് ടു ഷിഫ്റ്റ് ടു ഡൽഹി, these are the things which you have to consider. And I would suggest that come for a week or 10 days, stay in Delhi, understand the people here, understand the culture here. Culture, it's multicultural. കാരണം എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പക്ഷേ കൂടുതലും ഭൂരിപക്ഷവും നിങ്ങൾക്ക് കിട്ടുന്നത് UP നിന്നും ബീഹാറിൽ നിന്നുള്ള ആൾക്കാരാണ്. സോ ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് ഹൈജീൻ ഓർ ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് ഓഫ് ദുബായ് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ കേരള കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറപ്പ് തോന്നും പല കാര്യങ്ങളും, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്റ്റൈൽ കണ്ടാലും മറ്റും മറിച്ചൊക്കെ. സോ ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ്. അത് അവരുടെ സിവിക് സെൻസിൽ അവരുടെ ഹയസ്റ്റ് ലെവലിലാണത്. സോ ഐ എം നോട്ട് ട്രൈങ് ടു പുട്ട് എനിബഡി ഡൗൺ ഓർ എനി സ്റ്റേറ്റ് ഡൗൺ ഓർ എനി പീപ്പിൾ ഡൗൺ ഹിയർ. പക്ഷേ നമ്മളുടെ ഈ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ ഈ എഡ്യൂക്കേഷൻ ലെവലും പിന്നെ മിനിസ്ട്രിയൽ റൂളും കാരണം we are blessed as Keralites to have our ministers who are, I know there are issues in political this thing, but still our ministers are doing really, really good comparatively with what the North Indian ministers are doing to their states. So yes, guys, I think we should be proud of ourselves to say that Kerala is the best state right now. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് തന്നെ വി ഹേർഡ് ദാറ്റ് പോവർട്ടി വരെ നമ്മളുടെ ഫുള്ള് കേരളത്തിൽ നിന്ന് ഇറ്റ്സ് ബീൻ taken away, which is good. I mean, I'm not saying still there are no poor people, that there will be poor people, but still comparatively if you see literacy rate ആയിക്കോട്ടെ അല്ലെങ്കിൽ poverty ആയിക്കോട്ടെ, what you see in north and what you see in Kerala is zameen asman ka farak എന്ന് പറയുന്നത് നമ്മൾ. It's like sky and earthൻ്റെ ഡിഫറൻസിൻ്റെ നിങ്ങൾക്ക് അത്രയും ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. But yes, at the end of the day, I'm proud to be a Keralite. Alright guys, so yeah, that's the future. Our plans are for Kerala. We are looking forward to settle down in Kerala. Let's see. I have to still talk about this to my wife and my kid, my son. And let's see how things work out in the future, and wish us good luck. Hopefully things will be better in Delhi. If it's getting better, then much better for us also. If it's not, then as I told you, we are coming back home. So guys, anybody who is new here watching my channel, please consider subscribing and liking and commenting on my channel. പറയാൻ നിങ്ങൾക്ക് എന്താ കാണാനുള്ള ഇഷ്ടം, just do comment about this topic today, about shifting to Delhi. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു ഈ വ്ളോഗ്, and let me know what you want to see in the future. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.